ഭൂരിപക്ഷം തന്നാലേ എനിക്ക് കിട്ടിയ ടോട്ടൽ വോട്ട് ചെയ്തവരെല്ലാം ഞാൻ പറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റിക്കാൻ നേരത്തെ കൂട്ടത്തോടെ പറ്റിക്കുന്ന ഇന്ദ്രജാലം വല്ലതും കയ്യിലുണ്ടോ? പിന്നെ ജപ്തിയുടെ കാര്യം സൂചിപ്പിച്ചു. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞാനത് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും എല്ലാ പൊതുപ്രവർത്തകരുടെയും ജീവിതം, സാഹചര്യം ജനം നിരീക്ഷിക്കും. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ നാട്ടിനകത്താണ് താമസിക്കുന്നത്. ഇവൻ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടായിരുന്നു? ഇവൻ ഇപ്പൊ എന്തുകൊണ്ടായിരുന്നു? ഇതെല്ലാം കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ. അപ്പൊ കട്ടും മോട്ടിച്ചും ഉണ്ടാക്കുന്ന ആളുകളും നേതാക്കന്മാരൊരു ഭാഗത്ത് വരികയും നിസ്വാർത്ഥരായി നിൽക്കുന്ന, സത്യസന്ധമായി നിൽക്കുന്ന ആളുകളുടെ പൊതുപ്രവർത്തനം നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്തിയതിന്റെ ആദ്യത്തെ വൈരാഗ്യം ഓരോരുത്തരും ഈരണ്ട് വോട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ല എത്ര കിട്ടത്തില്ലോ. കാരണം അത്രയേറെ എന്നെ കരയിപ്പിച്ച് എന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു വർഗീയവാദിയെ ചിത്രീകരിച്ചാണ് എന്നെ പരാജയപ്പെടുത്തിയത്. ഞാൻ ജനിച്ച നാട്ടിൽ മഹേഷ് നല്ല ആളാണ്, കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു പ്രിയപ്പെട്ട സഹാവ് പ്രസംഗിച്ചാണ്, കുഴപ്പമൊന്നുമില്ല, കൊച്ചിലാണ്ട് ശായകരമാണ് എന്ന് പ്രസംഗിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രചരണം നടത്തിയതിന്റെ വൈകാരികത ആളുകൾക്കുണ്ടായി. പിന്നെ ജപ്തി ഞാൻ അഭിമാനിക്കുകയാണ്. ഞാൻ എന്റെ വിജയം കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജപ്തിക്കാർക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഇരുന്നുണ്ട് പ്രശ്നമില്ല.